പ്രിയദർശിനി, അതായത് നമ്മുടെ KSRTC ബസ്സിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഗവൺമെൻറ് ചെയ്ത നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് ഒരുപാട് പേര് ഒരുപാട് തരത്തിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. സർക്കാരിന് ഗതിയുണ്ടായിട്ട് തന്നതല്ല, പറഞ്ഞു പോയൊരു വാക്കിൻ്റെ പുറത്ത് തന്നതാണ്. അതുകൊണ്ട് ഇതൊരു മുതലെടുപ്പായിട്ട് മാറ്റരുത്. നിവർത്തിയില്ലാത്ത ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. മുതലെടുപ്പ് കാണിച്ച് അവർക്ക് കിട്ടേണ്ടത് കൂടി കിട്ടാണ്ടാക്കരുത്. ഞാൻ എക്സാമ്പിളായ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി. അപ്പോൾ ഞാനും വൈഫും മോനും കൂടെയാണ് പോയത്. KSRTCക്കാണ് പോയത്. പ്രൈവറ്റ് ബസ്സിന് പോയാൽ 2 ബസ് മാറി കയറണം. KSRTC ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാം, ഒറ്റ ബസ് മതി. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നാണ് പോയത്. സീറ്റ് കിട്ടി. തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാനും മോനും കൂടി ബാക്കിൽ കയറി, വൈഫ് ഫ്രണ്ടിലും കയറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനാണല്ലോ ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കണ്ടക്ടർ വന്നപ്പോഴത്തേക്ക് ഒരു സ്ത്രീയും ഒരു ഞാനും എന്ന് പറഞ്ഞു. അപ്പോൾ 2 ടിക്കറ്റ് തന്നു. ഒരു 0 ബാലൻസിൻ്റെ ടിക്കറ്റും ഒരു 40 രൂപയുടെ ടിക്കറ്റും. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫ് പറഞ്ഞു, ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ടിക്കറ്റ് എടുക്കണം? ഞാൻ ടിക്കറ്റ് എടുക്കുമെന്ന് അറിയാൻ മേലായിരുന്നെന്ന് ചോദിച്ചു. അല്ല, പെട്ടെന്ന് ഞാൻ ടിക്കറ്റ് എടുത്തതാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാഷ് കൊടുത്ത് എടുക്കേണ്ടതാണെങ്കിൽ നീ എങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. കുറേ ആളുകളുടെ തെറ്റായ ധാരണ കൊണ്ടാണോ അതോ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതായത് എല്ലാവരും അല്ല പറയണ, ഒരു കൂട്ടം സ്ത്രീകളുടെ കാര്യമാണ്. ഞങ്ങൾക്ക് ഗവൺമെൻറ് സൗജന്യ യാത്ര പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കണ്ടക്ടറെ കണ്ട ഞങ്ങൾ വേണ്ടേണ്ട കാര്യമൊന്നുമില്ല എന്ന ഭാവമാണ്. പക്ഷെ അങ്ങനെയല്ല. ബസ്സിൽ കയറുന്ന എല്ലാ യാത്രക്കാരും നിർബന്ധമായിട്ടും ടിക്കറ്റ് എടുക്കണം. അതിൽ വ്യത്യാസം എന്നുള്ളത് സ്ത്രീകൾക്ക് ക്യാഷ് കൊടുക്കണ്ട എന്ന ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ 0 ബാലൻസിൻ്റെ ടിക്കറ്റ് എടുക്കണം. സൗജന്യ യാത്ര തരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. സ്ത്രീകൾ ക്യാഷ് കൊടുക്കേണ്ട എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിനെക്കുറിച്ചിട്ടൊരു അവയർനെസ്, ഒരു ആഡ് പോലെയോ ആഡ് കൊടുക്കണതായിരിക്കും കുറച്ചും കൂടെ ബെറ്ററായിട്ടെന്ന് തോന്നുന്നു. ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. കുറേ ആളുകളുടെ തെറ്റിദ്ധാരണ മാറിയാനേ.